അത് ഞാൻ പറഞ്ഞത് ആരായാലും ശരി അവനവന്റെ വസ്തുവിനകത്ത് നിൽക്കുന്ന നമുക്ക് പോകാൻ പറയാൻ പറ്റുമോ? അവന് രോഗം അവന് SNDP വന്നെങ്കിൽ അവിടെ കയറി നിരങ്ങിയിട്ട് പോയാൽ അത് കണ്ടവരുടെ പേരിലൊന്നും കഥകൾ പറഞ്ഞതൊന്നും ഓർമ്മ ഉണ്ടാക്കില്ല. ശ്രീലറിക്കുന്ന രോഗം അത് അവന്റെ ഫോട്ടോ എടുത്താണ് ഞാൻ ഇങ്ങനെ വർത്തമാനം പറയുന്നത്. അല്ലാതെ അവിടെ കൂട്ടൊന്നും ചീത്ത വിളിക്കുന്ന ചീത്തയൊക്കെ എന്റെ അച്ഛനെ വരെ മോനെ മോനേന്ന് വിളിക്കാന്ന് പറയുന്നേക്കാം. അവളാണോ വലിയ കേരിയാവുന്നത്? ആരാ ഇവിടത്തെ കയറി ഭരിക്കാന്? പ്രധാനമന്ത്രത്തെ ശ്രീധര ഇവിടെ കാര്യം നോക്കാൻ പറയാം. ഇപ്പൊ എന്റെ ഫോട്ടോ വിളിച്ചിട്ട് തരാൻ സാധിക്കണമെന്നോ? ഇതൊക്കെ എന്ത് പണി സാധിക്കേണ്ടത്? ഇതൊക്കെ എന്റെ ഫോട്ടോ വിളിച്ചിട്ട് തരാൻ സാധിക്കണം. ലേസറടിയിൽ തുടങ്ങി തലയിലോട്ട് ലേസറടി. ഇവിടെ വീട്ടിൽ ഉറങ്ങത്തില്ല. 12 കഴിഞ്ഞാലും ഉറങ്ങാതിങ്ങനെ ഇരിക്കുക. ശ്രീകഥയുടെ വീട്ടിൽ, പ്രധാനമന്ത്രിക്കാരുടെ വീട്ടിൽ ലൈറ്റിങ്ങനെ കിടക്കുക. ഇങ്ങനെ കഴിച്ചോ? 12 കഴിഞ്ഞാലും ഉറക്കടി. അവനാ കയറി ലേസറടി തുടങ്ങും. ലേസറടിക്കാർ എന്റെ സമയം അടുത്തു പോലും. എന്റെ സമയം അടുത്തുന്നു. അവനാ വലിയ കേമൻ. സമയം അടുപ്പിക്കാനിരിക്കുക. നീയൊക്കെ വിചാരിക്കുന്നവരുടെ സമയം ഒത്തിരി വീട്ടിൽ കിട്ടുമായിരിക്കുന്നു. നീയൊക്കെ വിചാരിക്കുന്നവർ 82 വയസ്സുള്ളത് 100 വയസ്സ് വരെ ഇരിക്കും. 100 വയസ്സ് വരെ. എന്റെ കുടുംബ പാരമ്പര്യമല്ല 100 വയസ്സ് വരെ ഇരുന്നത്. ചെടി പൊളിക്കുന്നതും പാചകം ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ എന്റെ ഫോട്ടോസ് എല്ലാം ഇടുന്നുണ്ട് യൂട്യൂബിൽ. നീ അറിഞ്ഞില്ലയോ? അറിഞ്ഞില്ല. നീ പ്രത്യേകം എടുത്തിട്ട കാര്യമില്ല. എടുത്ത് നല്ലപോലെ ഇടുന്നുണ്ട്.
പിന്നെ അവന്റെ കണ്ടുപിടിച്ചല്ല, അവന്റെ അനിയനോ വല്ലോ ആയിരിക്കും. അവന്റെ അനിയനായിരിക്കും, അവന്റെ അനിയൻ ഒരുത്തനായിരിക്കും. ചാടിക്കപ്പത് വരെ കൊന്നുകൊണ്ടിട്ടതാ. ചെരുപ്പൂരിയൊക്കെ അവർ കാണുന്നു. നിങ്ങൾക്ക് വല്ലതും അറിയാവോ? നിങ്ങൾക്ക് വലിയ ന്യായീകരിക്കാന് ഇവിടെ ഒന്നും ന്യായീകരിക്കണ്ട. ഇവിടെ എല്ലാവർക്കും എല്ലാം അറിയാം. പിന്നെ എന്താ വിഷമോ നിന്റെ മക്കള് പഠിച്ച് നേരെ ആവാൻ പോയപ്പോഴാണ് നോക്കുമ്പോ വിഷമം വരേണ്ടത്. എന്താ വിഷമോ? കൂടെ ഒന്നും പറയാം. ഒത്തിരി പേരെ ഇങ്ങനെ കൊന്നു കെട്ടി തൂക്കുകയും ചാടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒത്തിരി ക്രിമിനലുകൾ നടക്കുന്നുണ്ട്. വലിയ പതിവകകളും പതിവാകന്മാരും അഭിനയിച്ച് നടക്കുന്നുണ്ട്. ഒത്തിരി കള്ളികളെ കള്ളമാരെ ഒത്തിരി കള്ളികളില്ല. അതെല്ലാം അവിടെ കൂട്ടി ജോളിമോടെ കൂട്ടി ഇങ്ങനെ അഭിനയിച്ച് നടക്കുന്നുണ്ട്. നാട്ടുകാർക്ക് എല്ലാവർക്കും ഒത്തിരി കള്ളികളുണ്ടെന്ന്. നാട്ടിൽ ഒത്തിരി കള്ളികളും കള്ളങ്ങളും നടക്കുന്നുണ്ട്. അയാളെ കൊന്നതാണെന്ന് പറയുന്നത്. PJ അയാളെ എന്തോതിനായിട്ട് ചാവാനാണ്. അയാള് എന്തോ പുതിയ ലെറ്ററൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെല്ലാം വക വരുത്തി റെഡിയാക്കി. നിങ്ങൾ കണ്ടോ? ആൾക്കാർ പറയുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. ആൾക്കാർ പറയുന്നല്ലോ ഇത് എന്തുവാ കൊന്നതാന്ന് ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നു. കൊന്നതാ. അതെന്തോ ആത്മഹത്യ ചെയ്യുന്ന 10,000-ഓളം കോടി രൂപയുടെ ആസ്തിയുള്ളവർ എന്തോ ചെയ്യാവാനാ? ഒരു കോടിയുടെ ആസ്തി ഉണ്ടെങ്കിൽ എന്തോ ചെയ്യാവാനാ? 1 കോടിയുടെ ആസ്തി ഉണ്ടെങ്കിൽ എന്തോ ചെയ്യാവാനാ? വെറുതെ ചുമ്മാ ചാവാനുള്ളതാണ്. പിന്നെ എന്തോ ശല്യം? പിന്നെ ശല്യം ആദായനികുതി കാണിക്കണം. അല്ല എന്തുവാ ഇത് ആദായനികുതിക്കാർ എന്തോ ശല്യം ചെയ്യാനാ? ആദായനികുതി കറക്റ്റായിട്ട് അടിക്കുന്നവരെ എന്തോ ശല്യം ചെയ്യാനാ? ആദായനികുതി ഇങ്ങനെയൊക്കെയാ ഓരോ കഥകൾ ഉണ്ടാക്കുന്നത്. ആദായനികുതിക്കാരുടെ ശല്യം, മറ്റവരുടെ ശല്യം, പിന്നെ വലിയ വലിയ കഥകളൊക്കെ ഉണ്ടാക്കും. അയാളെ കൊന്നതാ. ഇത്രയും സ്വത്തുള്ളവനെ കൊന്നതാ. സ്വത്തിന്റെ ഒക്കെ ഏതാണ്ടൊക്കെ ഇതാക്കാൻ പല പല കള്ളത്തരങ്ങളും അത് ഇതൊക്കെ മറയ്ക്കാനും പിടിക്കാനും ഒക്കെ കൊല്ലുന്നതല്ല. എന്ത് ഈ കൊല്ലുന്നതൊക്കെ എന്തോ ഈ കൊല്ലുന്നതൊക്കെ എല്ലാരും ഒരു ചെരുപ്പ് ഊരി വെച്ചിട്ടാണ് ചാവുന്നത്. ഇതൊക്കെ കഥകൾ ഉണ്ടാക്കാൻ ഇങ്ങനെ കറക്റ്റായി. പിന്നെ ചാവാൻ പോകുന്ന ഒരു ചെരുപ്പൊക്കെ ഇട്ട് ചെരുപ്പ് ഊരി വെച്ചിട്ട് ചാകേണ്ട കാര്യമില്ല. ചെരുപ്പോടെ ചാവാനൊക്കെ ചെരുപ്പ് ഊരി വെച്ചിട്ട് ചാടുക. പുതിയ ചെരുപ്പൊക്കെ ഊരി കറക്റ്റായിട്ട് വെച്ചിട്ടില്ല. അങ്ങനത്തെ മാനസികാവസ്ഥയിൽ പോയല്ലായിരുന്നു ചാവാൻ പോകുന്നത്. ഒന്നും ഇണ്ടാതിരിക്കും. എല്ലാം നല്ലപോലെ ക്ലീൻ ആയിട്ട് ചെരുപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകൊണ്ട് കാര്യം തള്ളി ചെരുപ്പ് വന്നിട്ട് ഇവര് ചാടിയതാന്ന് അറിയിക്കാൻ ചെരുപ്പ് ഇങ്ങനെ വെക്കുക. അതുപോലെ തന്നെ സാറമ്മ എന്ന് പറയുന്ന അവരുടെ മോന്റെ ചെരുപ്പെല്ലാം ഇങ്ങനെ വെളിയിൽ വെച്ചേച്ച് കരയിൽ ഇങ്ങനെ ഇതുപോലെ. ഇതൊക്കെ കാണുമ്പോ അറിയാം ഇവരുടെ കുടുംബത്തെ അല്ല ഇതുപോലെ ഒത്തിരി എണ്ണത്തിന് ഒന്ന് കൊല വിളിച്ചത്. ഒത്തിരി എണ്ണത്തിന് കൊല വിളിക്കുന്നു. ഒത്തിരി എണ്ണത്തിന് എന്നെ അങ്ങ് റെഡിയാക്കാനായിട്ട് ഇങ്ങനെ കഥ ഉണ്ടാക്കിയതാ. ഈ ഫിനാൻഷ്യൽ ക്രൈസിസ്, സാമ്പത്തിക ബാധ്യത കഥ. ഇങ്ങനെ കുറെ പേര് സാമ്പത്തിക ബാധ്യത കഥകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഭർത്താവിനുള്ള സാമ്പത്തിക ബാധ്യത ഭാര്യയ്ക്ക് ഇല്ല. അങ്ങനെയൊക്കെയുള്ള ബാധ്യതകളുള്ള ഭാര്യമാരെയും ഭർത്താക്കന്മാരെയൊക്കെ ഞാൻ കണ്ടു. ഭർത്താവ് ചത്തു കഴിയുമ്പം എന്തുവാ 1 വർഷം തികയുന്നതിന് മുമ്പ് വീടും സ്ഥലവും ഒക്കെ വാങ്ങിക്കുന്ന ഭാര്യമാരും അങ്ങനെ പല കള്ളത്തരങ്ങളും ഉള്ളത്. ഭർത്താവിന്റെ സാമ്പത്തിക ബാധ്യത പിന്നെ
ഭാര്യയ്ക്ക് സാമ്പത്തിക ബാധ്യത വരുന്നത് പുതിയ അറിവ് കുടുംബം വയ്ക്കും എന്തോ ഭാര്യയ്ക്ക് ഒരു ബാധ്യത ഭർത്താവിനൊരു ബാധ്യത പുതിയ ഒത്തിരി ഭാര്യമാരൊക്കെ ഉണ്ട് ഇങ്ങനെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഭാര്യയ്ക്ക് സാമ്പത്തിക ബാധ്യത ഭർത്താവിന് സാമ്പത്തിക ബാധ്യത പക്ഷെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ എന്നിട്ട് ചത്തു കഴിഞ്ഞ് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് സ്ഥലവും വീടും ഒക്കെ വെച്ചിങ്ങനെ വാഴുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പൊ ബാധ്യതയാണെന്ന് മനസ്സിലാകുന്നത് ബാധ്യത ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കാൻ നോക്കിയതാ സാമ്പത്തിക ബാധ്യത വസ്തു എഴുതി വെച്ച് പറഞ്ഞ കുട്ടച്ചാരൊക്കെ ചാട്ടമായിരുന്നു എന്താണ് വസ്തു എഴുതി ഇവനെ ഞാൻ ആരാ വസ്തു എഴുതി വെച്ചെന്ന് പറയുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട് നാട്ടുകാരോട് ഇവൻ ആരാണെന്ന് എന്റെ വസ്തുവിനെ കുറിച്ച് പറയാനെന്ന് ഞാൻ ആരാ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ എന്റെ വസ്തുവിനെ കുറിച്ച് പറയുന്നത് ഇവൻ ആരാ സുബ്രഹ്മണ്യൻ അവനും എന്റെ പെണ്ണുമ്പിള്ളേ കേട്ട പട്ടിയൊക്കെ അല്ല സഭാനന്ദ മന്ദിരത്തിൽ അവനാരാ സഭാനന്ദ മന്ദിരത്തിൽ സോമരാജനും അവനൊക്കെ എന്റെ വസ്തുവിനെ വകയെ കുറിച്ചൊക്കെ പറയാന് എന്റെ വസ്തുവിന്റെ എല്ലാ പ്രമാണം ഞാൻ ഡൽഹി വെച്ചിരിക്കുക എന്താ പറയാൻ ഇവന്മാര് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറയാനാണ് കോടതി വെച്ചിരുന്ന പ്രമാണത്തിന്റെ കാര്യം അവൻ പറയാൻ എന്താ പറയുക എന്റെ തെളിവുണ്ട് കോടതി വെച്ചിരുന്നതിനും എടുത്തതിനുമല്ല അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തതിനും എടുക്കാനും വെക്കാനും അല്ല മനസ്സിലായില്ലയോ എന്റെ പ്രമാണത്തിന്റെ കാര്യം പറയുന്നത് എന്താ പ്രമാണം വെച്ചെന്നാ എന്റെ അമ്മയുടെ അവിടെ കൊണ്ടുവച്ചോ എന്റെ പ്രമാണം പറയുന്ന എഴുതി വെച്ചത് അങ്ങനെ അത് നടക്കാനും കൊണ്ട് പിന്നെ അവനിപ്പോ ആരാന്ന് അവൻ അറിയത്തില്ല അവൻ ഇവിടുന്ന് വന്നോ എന്ത് വന്നു ആള് വിചാരം ആരാണ് എങ്ങാണ്ട് ചെരുപ്പൂത്തി ആരാ ഇവിടെ അവൻ സർപ്പകവല്ലിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇവിടെ ഭരിക്കാൻ ഞാൻ ആരാ കുറെ അവന്മാർക്ക് രോഗം SNDP പൂജ ചെയ്യാൻ വരുന്നവൻ ഇവിടെ കയറി ഭരിക്കണം ഇവൻ ആരാ ഇവിടെ കയറി ഭരിക്കാറ് SNDP പൂജ മണിയടിക്കാൻ വരുന്നത് ഇങ്ങോട്ട് കയറി ഭരിക്കണം ഇവനൊക്കെ ആരാന്ന് മനസ്സിലാവുന്നില്ല ഇതെന്തോ രോഗമൊന്നും മനസ്സിലാവുന്നില്ല ഇവനെ സഭാനന്ദ മന്ദിരത്തിൽ സോമരാജൻ ഇവനെ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ട സഭാനന്ദ മന്ദിരത്തിൽ സോമരാജൻ നോക്കിക്കൊണ്ട് ഇവനെ നടക്കുന്നുണ്ടെങ്കിൽ ഇവൻ ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിക്കണ്ട മനസ്സിലായില്ലോ സഭാനന്ദ മന്ദിരത്തിൽ സോമരാജന്റെ വല്ലതും ആണെങ്കിൽ അവൻ അങ്ങോട്ട് പോയാൽ മതി ഇങ്ങോട്ട് കയറാമെന്ന് ഇതാക്കണ്ട ഇവരൊന്നും സോമരാജനാ നങ്കളിയെ കൊണ്ട് നടന്നിട്ടുള്ളത് എന്റെ അച്ഛൻ നങ്കളിയെയും കുങ്കളിയും ഒന്നും കൊണ്ട് നടന്നിട്ടില്ല ഒരു നങ്കളിയെയും കുങ്കളിയെയും കൊണ്ട് നടന്നിട്ടില്ല എന്റെ അച്ഛൻ നങ്കളിയെയും കങ്കളിയെയും കുങ്കളിയും ഒന്നും കൊണ്ട് നടന്നിട്ടില്ല എന്റെ അച്ഛൻ സോമരാജൻ പൊക്കുന്നുണ്ടെങ്കിൽ അവിടെ കയറിയാൽ മതി സോമരാജൻ ഇവിടുത്തെ കാര്യമല്ല സോമരാജന്റെ ചീത്തവിളിയൊക്കെ ഞാൻ നല്ലപോലെ എഴുതുന്നുണ്ടല്ലോ വാട്സപ്പിലൊക്കെ എഴുതുന്നുണ്ട് എന്റെ ചീത്തവിളി അവൻ ആരാ സോമരാജൻ അവന്റെ വീട്ടിലെ കാര്യം നോക്കട്ടെ സോമരാജനും ഒക്കെ സോമരാജനും ഏത് സുബ്രഹ്മണ്യനും SNDPക്കാരനും ഒക്കെ അവരവരുടെ കാര്യം നോക്കിയാൽ മതി ഞങ്ങൾ ഞങ്ങളുടെ കാര്യമാണ് നോക്കുന്നത് നമ്മൾ സമ്മർദ്ദം ഉണ്ടാക്കാനും നടക്കണ്ട സമ്മർദ്ദം ഉണ്ടാക്കാൻ നടക്കുക എത്ര പേരാ വന്ന് യൂട്ടേൺ വിട്ട് പോകുന്നു ഇങ്ങനൊക്കെ ആരാ ഇവിടെ വന്ന് തിരിച്ചോണ്ട് പോവാം വണ്ടി കുറെ അവന്മാരും ഒക്കെ വണ്ടി തിരിച്ചോണ്ട് പോവുക പല കഥകളാ വണ്ടി തിരിക്കാൻ ഇട്ടിരിക്കുന്ന സ്ഥലമാണ് ഇത് വേറെ ഒന്നും വണ്ടി തിരിക്കാൻ ഇല്ലാത്ത പോലെ അതിന് മുമ്പ് അവിടെ റോഡുണ്ട് വണ്ടി തിരിക്കണമെങ്കിൽ അതിന് മന്ദിരത്തിന് പരിപാലന വെച്ചിട്ട് 2 റോഡുണ്ട് അവിടോട്ടിട്ട് തിരിക്കാം ഇവിടോട്ട് വന്ന് കൊണ്ടുവന്ന് തന്നെ തിരിക്കണമെങ്കിൽ മാറ്റത്ത് പോയി കഴിയുന്നത് വണ്ടി തിരിക്കാൻ വരുന്നു കുറെ അമ്മമാര് വണ്ടി തിരിക്കാൻ എന്നിട്ട് ഞാൻ അതേ കയറി പോയെന്ന് കഥയുണ്ടാക്കാൻ എങ്ങാണ്ട് എന്റെ അമ്മയുടെ നായ പറഞ്ഞോ ഞാൻ കയറി പോയത് അതേല് കഥയുണ്ടാക്കാൻ കൊണ്ടുവരുമോ വണ്ടി തിരിക്കുന്നു പെണ്ണുങ്ങളുടെ വീടിന്റെ മുന്നിലേക്ക് വണ്ടി തിരിക്കുന്നു അതന്നെ എന്റേത് ഞാൻ ഇങ്ങോട്ട് കയറ്റിയാണ് വെച്ചേക്കുന്നത് നോ പാർക്കിങ് അതെല്ലാം എഴുതി വെക്കുന്നുണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞു അത് പ്രത്യേകിച്ച് നമ്മളത് ഞാൻ ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറ്റിയാണ് വെച്ചിരിക്കുന്നത് വണ്ടിയിലോട്ട് തിരിക്കാൻ എനിക്ക് ആരാ വണ്ടി തിരിക്കാൻ വരാന് വണ്ടി തിരിക്കാൻ വരുന്നത് കഥയുണ്ടാക്കാൻ ആ വണ്ടിയെ കയറി പോയത് കഥയുണ്ടാക്കാനാണ് മനസ്സിലാക്കിയോ എന്നെ ആരാണ്ട് വിളിക്കാൻ വന്നു കൊണ്ടുപോകാൻ ഇതെല്ലാം കഥ നിന്റെയൊക്കെ അവിടെ വെച്ച് കൊടുത്താൽ മതി കഥയൊക്കെ നീ വേറെ വല്ലതും കൊണ്ടിതാക്ക് കഥയൊന്നും ഇവിടെ വേണ്ട കഥയ്ക്ക് കഥയാ കുറെ കഥകളും കൊണ്ട് നടക്കുക ഇങ്ങനെ